ഹായ്, വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ദീപ്സ് കിച്ചണിലെ ഒരു വെറൈറ്റി സ്നാക്സ് ആണ് ചെയ്യുന്നത്. അതായത് പോട്ട്ലി സമോസ. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു കപ്പ് മൈദ മാവ് എടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു ഒരു ടീസ്പൂൺ ഓയിൽ. എന്നിട്ട് നമ്മൾ ഈ ഓയിലും ഈ മാവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇളം ചൂട് വെള്ളമാണ്. അതിനെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഒരുപാട് ടൈറ്റായിട്ടും കുഴക്കേണ്ട, ഒരുപാട് എന്താ പറയുക, നമ്മൾ സോഫ്റ്റ് ആയിട്ടും കുഴക്കേണ്ട. ഹാർഡും വേണ്ട, സോഫ്റ്റും വേണ്ട. ഒരു മീഡിയം പരുവത്തിൽ വേണം നിങ്ങളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴക്കാനായിട്ട്. നല്ല സോഫ്റ്റും ആവരുത്, ഒരുപാട് ഹാർഡും ആവരുത്. ആ ഒരു മീഡിയത്തിൽ നമ്മൾ ഈ മാവ് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് പതുക്കെ അത് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കട്ടിയും അല്ല, എന്നാൽ ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ലാത്ത ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മാവിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊന്ന് തടവി വെക്കാം. അപ്പം മുകളിൽ എന്താ പറയുക, നമ്മളെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും, ഡ്രൈ ആവില്ല മാവ്. ഓക്കെ, ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് നമുക്കിത് വെച്ചേക്കാം. അപ്പോൾ നമ്മളിത് റെഡി ആവുന്ന ടൈമിലത്തേക്ക് നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. നമ്മൾ ഇതിനകത്ത് ഫില്ലിങ് വെക്കാനായിട്ട് ഞാൻ ഒരു പകുതി ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസ് ചെറുതായിട്ട് നുറുക്കിയത്, ഒരു സവാള, ഒരു പകുതി സിംല മിർച്ച്, പിന്നെ നോർമൽ പച്ചമുളക്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് എടുക്കാം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് പനീർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒന്നും വേണ്ട എങ്കിൽ ചിക്കൻ, നോൺ വെജ് ആണെങ്കിലും നിങ്ങൾക്ക് ഫില്ലിങ് വെച്ച് തയ്യാറാക്കി ഈ റെസിപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ വെജിറ്റേറിയൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓയിലിലോട്ട് ഞാൻ നേരത്തെ എടുത്ത നമ്മളെ സവോള, ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, സിംല മിർച്ച്, ക്യാപ്സിക്കം ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർക്കണമെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണേ. അങ്ങനെ ചേർക്കാവൂ, അല്ലാണ്ട് ചേർക്കല്ലേ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഒരു 80% കുക്കായാൽ മതി ഇത്. പിന്നീട് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പം അതങ്ങ് റെഡി ആയിക്കോളും, വെന്തോളും. ഉപ്പ് ആവശ്യത്തിന് ചേർത്തോളൂ, വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ല. ഒരു 2-3 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കാമേ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കണ്ടല്ലോ, ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകളാണ് നമുക്ക് ഇതിനോട്ട് വേണ്ടത്. നമുക്കിത് എല്ലാ മസാലയും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മസാല എല്ലാം യോജിപ്പിച്ച് ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഈ മസാല എല്ലാം ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാമേ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. 50% ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിപ്പം ഇത് അടച്ച് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഉപ്പെല്ലാം ഒന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് പാകത്തിന് ഉപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊള്ളാം ഈ സമയത്ത്. ഓക്കെ, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് ചെറിയ ഒരു പീസ് മാവെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഒരു മൈദ മാവൊന്ന് തൂകിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം.
ഇതുപോലെ ഒരെണ്ണം പരത്തി എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കണം. സൈഡിലോട്ടൊക്കെ പോണത് നീക്കി മിഡിലായിട്ട് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ കയ്യിലെടുക്കണം. കയ്യിലെടുത്തിട്ട് ഇത് ഇങ്ങനെ 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 നമ്മൾ സാരിക്ക് ഞൊറിവെടുക്കില്ലേ അതുപോലെ എടുക്കണം. ഇതുപോലെ റൗണ്ട് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ആക്കി എടുക്കണം. അപ്പം ഞാൻ ഇനി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് വേണോ അതിനെടുത്ത് വെക്കാം. പക്ഷെ നിങ്ങൾ പരത്തുന്ന ഈ ചപ്പാത്തിക്ക് അനുസരിച്ച് വേണം ഫില്ലിങ് വെക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിനിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് വെച്ച് ഇങ്ങനെ തെള്ളി കൊടുക്കണം. അപ്പം നമുക്ക് ഇതേപോലെ ഞൊറിവ് കിട്ടും. കണ്ടല്ലോ ഫില്ലിങ് ഇരിക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ കിട്ടും. ഇത് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ മുകളിൽ പൊന്തി നിന്നോട്ടെ, കുഴപ്പമില്ല. നമ്മളിത് തിരിച്ചിടുമ്പോഴത്തേക്ക് ഈ മുകൾ ഭാഗം റെഡിയായിട്ട് കിട്ടും. ഇത് മുങ്ങി നിവരാനായിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിക്കേണ്ട കാര്യമില്ല. ഹാഫ് ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. എന്താ കണ്ടല്ലോ, അടിഭാഗം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് മതിയാകും ഇതെല്ലാം ഒന്ന് റെഡിയായിട്ട് വരാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ പോട്ട്ലി സമോസ ഞാൻ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പം ഞാൻ ഇന്നലെ ഇട്ട ഒരു റെസിപ്പിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, ഒരു പണിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് എന്നുള്ള രീതിയിൽ. പക്ഷെ പാചകം ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. അപ്പോൾ അവർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് കഴിക്കും. നിങ്ങൾക്കിപ്പം ഈ ഒരു വെജിറ്റബിൾസ് ഒന്നുമില്ല, ഇപ്പം നാട്ടിലൊക്കെ ചീരയൊക്കെ, ചുമന്ന ചീരയും പച്ച ചീരയൊക്കെ നന്നായിട്ട് കിട്ടുന്ന ടൈമല്ലേ. ആ ടൈമിൽ നിങ്ങൾ അങ്ങനെ ചീരയൊക്കെ വെച്ചിട്ട് ഒരു ഫില്ലിങ് ആക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്ക്. മുരിങ്ങയില ഇതൊക്കെ വെച്ചിട്ട് കൊടുത്തു നോക്ക്, കുട്ടികൾ കഴിച്ചോളും. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഞാനിതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ട എന്തോരം ക്രിസ്പിയാണ്, കണ്ടല്ലോ. ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് കുക്കായാലേ ഈ നമ്മൾ ഈ ഞൊറിഞ്ഞ് വെച്ചേക്കുന്ന ഇവിടെ എല്ലാം വെന്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ വേഗം ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല പുതിയൊരു റെസിപ്പിയുടെ ദീപ്സ് കിച്ചണിലൂടെ കാണാം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.